കേരളത്തിലെ ജൻസി യുഗം വഞ്ചിക്കപ്പെടുകയാണോ? അതോ വിദേശ ജോലി എന്ന മോഹന വാഗ്ദാനത്തിൽ മയങ്ങി അവർ സ്വയം വഞ്ചിതരാകുകയാണോ? വലിയ സ്വപ്നങ്ങളുമായി വിമാനം കയറാൻ കൊതിക്കുന്ന നമ്മുടെ യുവതലമുറ ജോബ് വിസ തട്ടിപ്പുകാരുടെ വലയിൽ പിടയുകയാണ്. വിദ്യാസമ്പന്നരായ നമ്മുടെ കുട്ടികൾ പോലും യാതൊരു അന്വേഷണവുമില്ലാതെ വ്യാജ ഏജൻസികൾക്ക് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുന്നു. ഇതിനൊരു അറുതി വേണ്ടേ? ഈ വ്യാജ കേന്ദ്രങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. എന്നിട്ടും ഇതൊന്നും വകവയ്ക്കാതെ പലരും ഇപ്പോഴും ഈ ഏജൻസികളെ തേടിച്ചെന്ന് പണം കൊടുത്ത് വഞ്ചിതരാകുന്നു എന്നത് വലിയൊരു സാമൂഹിക വിപത്താണ്. എളുപ്പത്തിൽ വിദേശത്തെത്താനുള്ള വ്യഗ്രതയിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു ഏജൻസിയിലേക്ക് പോകും മുൻപ് അതിൻ്റെ പരിധിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വേണം ആദ്യം പോകേണ്ടത്. അപ്പോൾ ആ ഏജൻസിയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കിട്ടും. പക്ഷേ ആരും അത് ചെയ്യുന്നില്ല, വഞ്ചിതരാകുകയും ചെയ്യുന്നു. ഈ സാമൂഹിക വിപത്തിനെതിരെ കണ്ണടയ്ക്കാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല. ഈ തട്ടിപ്പുകാരെ തുറന്നുകാട്ടി കേരളത്തിലെ യുവതയെ, പ്രത്യേകിച്ചും ജൻസികളെ ശരിയായ വഴിയിലൂടെ വിദേശ ജോലികൾക്ക് പ്രാപ്തമാക്കേണ്ടതുണ്ട്. ഈ സുപ്രധാന ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത്തരം വാർത്തകൾ നിരന്തരം നൽകും. UK-യിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പിറവം സ്വദേശിയായ യുവാവിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ്. ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന തൃശൂർ അത്താണി മാളിയേക്കൽ ബെന്നിയാണ് പിടിയിലായത്. വടക്കാഞ്ചേരിയിലെ ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിറവം പോലീസ് പിടികൂടിയത്. 2023 മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ, തൃശൂർ ജില്ലകളിലായി 13 കേസുകളിൽ പ്രതിയാണിയാൾ. കേസിൽ കൂടുതൽ പ്രതികളുള്ളതായി പോലീസ് പറഞ്ഞു. ഇതിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിദേശ ജോലിയുടെ പേരിൽ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ മേഖലയിലെ കള്ളനാണയങ്ങളെയും വ്യാജന്മാരെയും സമൂഹത്തിന് മുന്നിൽ പൊളിച്ചെഴുതേണ്ടത് അനിവാര്യതയാണ്.